ഹായ് മോനെ, ഇന്നേ അമ്മ മോന് ഒരു പുതിയ കഥ പറഞ്ഞു തരാം കേട്ടോ. കഥയുടെ പേര് കുലസ്ത്രീ. മോനെ, പിന്നീടാ അമ്മ എന്നും കുളിക്കുമ്പം ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തൊടുമ്പോഴേ മോനെ എപ്പോഴും ആലോചിക്കുവാടാ കുട്ടാ. അതിലൊക്കെ ഇങ്ങനെ സോപ്പിട്ടൊക്കെ ഇങ്ങനെ ഇളക്കുമ്പം മോനെ എനിക്ക് ഓർമ്മ വരുന്നേ. കാരണം മോൻ അതിൽ നിന്നല്ലേ പുറത്ത് വന്നേ. പിന്നെ മോനെ, വേറെ ഒരു കാര്യം കൂടി. മോനിപ്പം പറയുന്ന കഥയില്ലേ, അത് കേട്ട് മോൻ്റെ ആ കുഞ്ഞിനെ ഇപ്പോഴേ തുടരുത് കേട്ടോ. മോൻ്റെ കുഞ്ഞൻ അത് ഈ അമ്മയ്ക്കുള്ളതാ. അമ്മ പറയുമ്പോൾ മാത്രം മോൻ അതീ തൊട്ടാൽ മതി കേട്ടോടാ മോനെ. അമ്മയുടെ ചക്കര കുട്ടനല്ലേടാ നീ. അവസാനമൊക്കെ ആവുമ്പോഴേ അമ്മ ഇതിൻ്റെ ഒരു ചൂടൻ കഥ പറയും. ഇതിൻ്റെ ബാക്കിയായിട്ട് അതമ്മ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. അപ്പം മോൻ അത് കേട്ടിട്ട് മാത്രം തടവിയാൽ മതി കേട്ടോ മുത്തേ. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കേ അമ്മ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മോൻ വേഗം അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യ്. അപ്പോൾ അമ്മ കഥ പറഞ്ഞു തുടങ്ങാം. എൻ്റെ പേര് അദ്വൈത്, 23 വയസ്സ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. വീട്ടിൽ അമ്മ മാത്രം. അച്ഛൻ ഗൾഫിലാണ്. അമ്മയുടെ പേര് ബിന്ദു, 47 വയസ്സ്, വീട്ടമ്മയാണ്. ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അച്ഛന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് വീട്ടമ്മയായി ജീവിതം തീർക്കുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെയുള്ള ഒരു നായർ കുലസ്ത്രീ. ചുരുക്കി പറഞ്ഞാൽ അതാണ് അമ്മ. അമ്പലത്തിൽ ഉത്സവം ഒക്കെ തുടങ്ങിയാൽ അമ്മ പിന്നെ എപ്പോഴും അവിടെയായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ പോയി. ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് റൂം കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറേ തപ്പി അവസാനം ഒരു പഴയ ലോഡ്ജ് പോലെയുള്ള സ്ഥലത്ത് റൂം കിട്ടി. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അന്ന് റൂം എടുക്കാൻ നേരം അമ്മയെ ഞാൻ ലോബിയിലിരുത്തി കാർ പാർക്ക് ചെയ്യാൻ പോയി. സെക്യൂരിറ്റി ചേട്ടൻ എന്നോട്, ചേട്ടൻ കൂടെ വന്ന സ്ത്രീ ആരാ? ഞാൻ, അത് എൻ്റെ അമ്മയാ ചേട്ടാ. അയാൾ എന്നെ നോക്കി ചിരിച്ചു. ചേട്ടൻ, എന്താ അച്ഛൻ കൂടെ വന്നില്ലേ? കണ്ടില്ലല്ലോ. ഞാൻ, അച്ഛൻ ഗൾഫിലാ. അയാൾ വീണ്ടും ചിരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കുറേ അമ്മയും മക്കളും വരാറുണ്ട്. എനിക്ക് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെയാണ് മനസ്സിലായത്. അത് വഴിയേ പറയാം. റിസപ്ഷനിലിരിക്കുന്ന ചേട്ടൻ്റെ അടുത്തെത്തി. അയാളും ഇതേ ചോദ്യം ചോദിച്ചു. ഞാൻ മറ്റേ ആളോട് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. ആ ചേട്ടനും എന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ പിന്നിലൂടെ ഞങ്ങളെപ്പോലെ ഒരു അമ്മയും മകനുമാണെന്ന് തോന്നുന്നു നടന്നു പോകുന്നത് കണ്ടു. ആ ചെക്കൻ അമ്മയെ വല്ലാത്ത രീതിയിൽ നോക്കുന്നത് കണ്ട് കൂടെയുള്ള സ്ത്രീ എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അങ്ങനെ ഞങ്ങൾ മുറിയിലേക്ക് പോയി. മുകളിലെ മുറിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതും ഒരു സിംഗിൾ ബെഡ്റൂം. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക തന്നെ. ബാഗ് വെക്കാൻ ചിലവ് തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു ഉപയോഗിച്ച കോണ്ടം കിടക്കുന്നത് കണ്ടു. അമ്മ കാണാതെ ഞാൻ എടുത്തു കളഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായി. വേറെ റൂം നോക്കാം എന്ന് വിചാരിച്ചാൽ 3 ദിവസത്തേക്ക് പൈസയും കൊടുത്തു. വേറെ റൂം കിട്ടാനുമില്ല. മൂത്രമൊഴിക്കാൻ ഞാൻ ബാത്റൂമിൽ കയറി. നല്ല വൃത്തിയുള്ള ബാത്റൂം, കുറേ ലൈറ്റുകളും. ഞാൻ വേഗം കുളിച്ചു. പിന്നെ ശ്രദ്ധിച്ചത് ഡോറിന് ലോക്കില്ലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ പൊട്ടിയതാകും. പിന്നെ ഇവിടെ വേറെ ആരുമില്ലല്ലോ, ആര് കാണാനാ? ഞാൻ ഇറങ്ങിയപ്പോൾ അമ്മ സാരി അഴിക്കുകയായിരുന്നു. അമ്മ പെട്ടെന്ന് തോർത്തെടുത്ത് കുളിക്കാൻ ബാത്റൂമിൽ കയറി. ഞാൻ ഡ്രസ്സ് മാറി പുറത്തേക്ക് പോകാൻ റെഡിയായി. രാവിലെ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ആരോടെങ്കിലും അന്വേഷിക്കണം. പിന്നെ രാത്രി കഴിക്കാൻ ഭക്ഷണം വാങ്ങണം. അമ്മ കുളിക്കാൻ കയറി. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അമ്മ എന്നോട് ഡോർ ലോക്ക് ചെയ്യാനായി പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ മെയിൻ ഡോറിന് മുന്നിലും ലോക്കില്ല. ഞാൻ പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തു. റിസപ്ഷനിൽ പറഞ്ഞിട്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങി. ചുമ്മാ തട്ടുകടയിലിരുന്നു ചായ കുടിച്ച് ഫോൺ എടുത്ത് നോക്കി. ടെലഗ്രാമിൽ എൻ്റെ ഒരു സ്ഥിരം ഗ്രൂപ്പുണ്ട്. കുറേ പുതിയ മെസ്സേജുകൾ അതിൽ. സ്ഥിരം ആൻറ്റിമാരുടെയും അമ്മമാരുടെയും ഫോട്ടോ ഇടുന്ന അനൂപ് ഇന്നും കുറേ കളക്ഷൻസ് ഇട്ടു. അവനോട് എനിക്ക് നല്ല അസൂയയാണ്. അത്രയധികം കിടിലം പീസ് പെണ്ണുങ്ങളുടെ ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ട്. പോരാത്തതിന് ഇഷ്ടം പോലെ അമ്മായിമാരെ കൈകാര്യം ചെയ്യുന്ന വീഡിയോസും. ഇന്നും പുതിയ ഏതോ അമ്മായി സെറ്റായിട്ടുണ്ട് അവൻ്റെ മെസ്സേജ്. അനൂപ്, എന്നത്തെയും പോലെ എല്ലാവരും റെഡി ആയിക്കോ, പുതിയൊരു ആറ്റം അമ്മയുടെ കളിയുണ്ടെന്ന്. ഞാൻ മനസ്സിൽ പറഞ്ഞു, ആരുടെയോ അമ്മയെ അനൂപ് നന്നായിട്ട് കൈകാര്യം ചെയ്യും.
ഞങ്ങളിടയ്ക്ക് ചാറ്റുണ്ട്. അവൻ അവൻ്റെ അമ്മയുടെ ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു തരും. പക്ഷേ എൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ മെല്ലെ മുങ്ങും. കാരണം എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അവൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഇടയ്ക്ക് പറയും, നിൻ്റെ അമ്മ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വന്ന് പെടും, അന്ന് അവളെ ചാറ് പിഴിയും എന്നൊക്കെ. ദേഷ്യപ്പെട്ടു പോകുമെങ്കിലും അവൻ നല്ല വീഡിയോ ഒക്കെ അയച്ചു തരും. ഞാൻ അവന് മെസ്സേജ് അയച്ചു. ഡാ കുട്ടാ, നീ ആരുടെ അമ്മയെയാണ് സെറ്റാക്കിയേ? അനൂപ്: അതൊക്കെ ഉണ്ട് മോനെ, ഒരു വെടിച്ചില്ല സാധനം. സെറ്റായില്ല, പക്ഷേ ആകും. അവളുടെ ഡ്രസ് ചേഞ്ച്, കുളി ഒക്കെ കിട്ടി. രാത്രി ഗ്രൂപ്പിൽ ഇന്ന് അവളാകും താരം. എന്നാലും ഒന്ന് കാണിക്കടാ, നോക്കട്ടെ. അനൂപ്: അങ്ങനെ നീ ഇപ്പം കണ്ട് രസിക്കണ്ട, രാത്രി ആകട്ടെ. ഓ, അത്ര ഡിമാൻഡാണെങ്കിൽ നടക്കട്ടെ. അതും പറഞ്ഞ് അവൻ ഫോണിൽ ഓഫ്ലൈനായി. സംഗതി ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് കാണാൻ നല്ല മൂഡായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് വാങ്ങി തിരിച്ചു വന്നു. റിസപ്ഷനിൽ ആൾ മാറി. ഇപ്പോൾ ഒരു കിടിലൻ ആൻറ്റിയാണുള്ളത്. എന്നെ കണ്ട് അവർ റൂം നമ്പർ ചോദിച്ചു. അത് പറഞ്ഞപ്പോൾ ആൻറ്റി ചിരിച്ചു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് നടന്നു. പോകുമ്പോൾ ഒരുത്തൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അമ്മ കുളി കഴിഞ്ഞ് TV കാണുമായിരുന്നു. അമ്മേ, ആരാ പോയത്? അമ്മ: അത് റൂം ബോയാണ്, ടവലും സോപ്പും കൊണ്ടുവന്നതാ. നീ പോയ ഉടനെ വന്നു. ഞാൻ പറഞ്ഞു ഡോർ ലോക്കാണ്, മോൻ താക്കോൽ കൊണ്ടുപോയി എന്ന്. അപ്പോൾ അവൻ തന്നെ സ്പെയർ കീ എടുത്തിട്ട് വന്ന് എല്ലാം ബെഡിൽ വെച്ചിട്ട് പോയി. ഇപ്പോൾ വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വന്നതാ. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അതെന്നാ പരിപാടിയാണ്? ഞാൻ ലോക്ക് ചെയ്തിട്ട് പോയതല്ലേ. പിന്നെ അവൻ എന്ത് കോപ്പിനാ അവിടെ കയറി വന്നത്? അങ്ങനെ അമ്മ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഒരു സിഗരറ്റ് എടുത്ത് ടെറസിൻ്റെ സ്റ്റെയറിൽ ഇരുന്ന്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു. അനൂപായിരുന്നു. അവൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു. ഒരു കീ ഹോൾ വീഡിയോ ആയിരുന്നു. ഒരു ആൻറ്റി സാരി തലപ്പ് മാറ്റി ബ്ലൗസ് അഴിക്കുവാണ്. ബ്ലൗസ് അഴിച്ച് കറുത്ത കച്ച, 2 ചക്ക മാമ്പഴങ്ങളും അതിൽ തള്ളി നിൽക്കുന്നു. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ട് അവർ തോർത്തെടുത്ത് പൊതിച്ച് അവിടുന്ന് പോകുന്നു. പിന്നെ വീഡിയോ സ്റ്റോപ്പായി. ഞാൻ മനസ്സിൽ, ആ ആൻറ്റിയുടെ മുഴുത്ത ചക്ക കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞ്. മൂഡായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും പ്ലേ ആക്കി. മുഖം കാണുമോ എന്നറിയാൻ ഞാൻ സൂം ചെയ്ത് നോക്കി. ഇംഗ്ലീഷ് വീഡിയോകളിൽ 4ഉം 5ഉം കൊടിമരങ്ങൾ കയറ്റുന്ന വീഡിയോ കാണുന്നതിൻ്റെ 10 ഇരട്ടി സുഖം കിട്ടും ഇതുപോലെയുള്ള ഒളിക്യാമറ നാടൻ വീഡിയോ കാണുമ്പോൾ. സൂം ചെയ്ത് നോക്കിയപ്പോൾ അമ്മച്ചിയുടെ താലി വരെ കാണാനേ കഴിഞ്ഞുള്ളൂ. താലി കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. ഇത് എൻ്റെ അമ്മയുടെ താലി. ഇതെങ്ങനെ? വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അമ്മയുടെ ബാഗ്, സാരി എല്ലാം ഒരുപോലെ തന്നെ. എൻ്റെ തല കറങ്ങും പോലെ തോന്നി. ഞാൻ വേഗം റൂമിലേക്ക് ഓടി പുറത്തേക്ക് ഈ ഹോളിലൂടെ നോക്കി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതെ, ആ വീഡിയോയിലുള്ളത് അമ്മ തന്നെ, എൻ്റെ അമ്മ ബിന്ദു തന്നെ. ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു പ്രീമിയം ഗ്രൂപ്പിൽ എൻ്റെ അമ്മയുടെ തുണി മാറുന്ന വീഡിയോ. എനിക്ക് വിശ്വസിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു അത്. ഞാൻ വേഗം തിരിച്ച് നേരത്തെ ഇരുന്ന സ്ഥലത്ത് പോയി അനൂപിന് പേഴ്സണൽ മെസ്സേജ് അയച്ചു. നായിൻ്റെ മോനെ, നീ എന്ത് ചെറ്റത്തരമാണടാ നാറി ചെയ്തത്? ഈ വീഡിയോ വേഗം ഡിലീറ്റ് ചെയ്യ്, ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും. അനൂപ്: എന്താടാ, നല്ല കിടിലം സാധനമല്ലേ? ഇപ്പോൾ തന്നെ അവളെ സ്ക്രീൻഷോട്ട് വെച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ 500 പുതിയ മെമ്പേഴ്സാണ് പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. നീ കണ്ടതല്ലേ ആളുകൾ കമൻ്റ് ഇടുന്നത്? എല്ലാവരും അവളുടെ കുളി കാണാൻ വെയിറ്റ് ചെയ്യുക. എന്താ മോനെ നിൻ്റെ പ്രശ്നം? ഇത്ര പെട്ടെന്ന് നിൻ്റെ വെള്ളം പോയോ അവളെ കണ്ട്? എല്ലാം കേട്ട് എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് അറിയാതെ ഞാൻ ചോക്കടിച്ച പോലെ ഇരിപ്പാണ്. എൻ്റെ അമ്മയെ കിട്ടിയ ചാറ് പിഴിയും എന്ന് പറയുന്ന അവനോട് ഞാൻ എങ്ങനെ പറയും ഇതെൻ്റെ അമ്മ ബിന്ദുവാണെന്ന്? കൂടുതൽ ആലോചിക്കാതെ ഞാൻ അവനോട് പറഞ്ഞു, അതെൻ്റെ അമ്മയാണ്, പ്ലീസ് വീഡിയോ ഡിലീറ്റ് ചെയ്യ്. അനൂപ്: അപ്പോൾ നിൻ്റെ അമ്മയാണല്ലേ നേരത്തെ അവിടെ വെച്ച് കണ്ടത്? അളിയാ, ആലോചിക്കുമ്പോൾ തന്നെ മൂഡ് കയറുന്നടാ. ഓക്കെ, നീ അവിടെ നിൽക്ക്, ഞാനങ്ങോട്ട് വരാം. ആദ്യം ഗ്രൂപ്പിലെ പിള്ളേരോട് എന്തേലും ഉടായ്പ് പറയട്ടെ. വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുമായിരുന്നു. നീ അവിടെ നിൽക്ക്, ഞാനങ്ങോട്ട് വരാം. മോനെ, ഈ കഥയുടെ ബാക്കി അമ്മ ഉടനെ ഇടാൻ കേട്ടോടാ കുട്ടാ. അപ്പം മോന കമൻറ്റ് ബോക്സിൽ കയറി ടെലഗ്രാം ചാനലിലൊന്ന് ജോയിൻ ചെയ്തേരെ. ഇതിൻ്റെ ബാക്കി അമ്മ അവിടെ ഇടാം കേട്ടോടാ മുത്തേ.
മോനെ, പിന്നെ അമ്മയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ, ചീജ സ്റ്റോറീസ്. അമ്മയുടെ ചാനലിൽ കയറി നോക്കിക്കോ, അതിൽ അമ്മ കിടിലം കിടിലം കഥകളൊക്കെ ഇടും മോന് വേണ്ടി. അപ്പം എന്നെ നാളെ വിളിക്കാം മോനെ. ഗുഡ് നൈറ്റ് ചക്കര ഉമ്മ.